ആൻഡ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ഗോസ്റ്റ് സീരീസിൻ്റെ ഇത് 4ാമത്തെ സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുവരെ കണ്ട സ്റ്റോറീസൊക്കെ കാണണമെങ്കിൽ ഒന്ന് പേജിൽ പോയി നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് ഇടുന്നതായിരിക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ എന്തായാലും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ. സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സ്റ്റോറീസാണ് പറയാൻ പോകുന്നത്. അതായത് രണ്ടും സെയിം പാറ്റേണിൽ വരുന്നതാണ്. സോ ഞാനത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈറ്റിലൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, കറണ്ട് പോയി, അതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് ഡിമ്മായിരിക്കുന്നത്. ഓക്കെ, അതായത് പാലത്തറ എന്ന് പറയുന്ന ഒരു തറവാട് വീട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും കൂട്ടുകുടുംബമായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അവരുടെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തിയും ചേച്ചിയും അങ്ങനെ ഒരു 10-15 പേരെങ്കിലും ഉണ്ടായിരിക്കും ആ തറവാട്ട് വീട്ടിൽ. സോ ഇതിൻ്റെ അതായത് ഇന്നത്തെ ഹീറോയിൻ എന്ന് പറയുന്നത് വൈഷ്ണവി എന്ന് പറയുന്ന കുട്ടിയാണ്. അവൾക്കൊരു 13 വയസ്സുണ്ട്. അവളുടെ അമ്മയുടെ വീട്ടിലോട്ട് അവൾ പോവുകയാണ്. അത് തറമുറ്റം എന്ന് പറയുന്ന ഒരു തറവാടാണ്. അവരുടെ തറവാട് അത് വേറെ സ്ഥലത്താണ്. അപ്പോൾ അവൾ അവിടെ പോവാണ്. അപ്പോൾ അവിടെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ അറിയാമല്ലോ, നമ്മളിപ്പോഴാണ് കുഞ്ഞുങ്ങളൊന്നും വെളിയിലൊന്നും പോകാത്തത്. പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ. നമ്മൾ വെളിയിൽ എല്ലാവരുമായിട്ട് പോയി കളിക്കും, മണ്ണിൽ കളിക്കും, നമ്മൾ ദൂരെയൊക്കെ പോയി കളിക്കും. ആരും വന്ന് ചോദിക്കുകയൊന്നുമില്ല എവിടെ പോയെന്നോ എന്ത് പോയെന്നോ. അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റി ഉണ്ടെന്ന് വരെ പറയാം. നമ്മുടെ നാട്ടുകാർ തന്നെ നോക്കും. ഇത്രത്തോളം ക്രൈമും ഒന്നും ഇല്ലാത്ത സമയമായിരുന്നല്ലോ അത്. അപ്പോൾ അങ്ങനെ ആ കുട്ടി വന്ന് അവരുടെ കൂടെ പോയിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ കളിക്കുന്ന സമയത്ത് ഇവർ മണ്ണും ചിരട്ടയൊക്കെ വെച്ച് കളിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഴിക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ ഒരു കുങ്കുമച്ചെപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഈ കുങ്കുമച്ചെപ്പ് കിട്ടിയപ്പോൾ ഇവർക്ക് എക്സൈറ്റ്മെൻറ്റാണ് അതിലെന്താണെന്ന്. കാരണം അതൊരു സ്വർണ്ണ കളറിലുള്ള ഒരു കുങ്കുമച്ചെപ്പായിരുന്നു. ഒരു കല്ലൊക്കെ പതിപ്പിച്ച് അങ്ങനത്തെ ഒരു ഭംഗിയുള്ള കുങ്കുമച്ചെപ്പ്. പക്ഷേ ഇവളെടുത്ത് ഒളിച്ച് വെക്കായിരുന്നു. കാരണം ഇവളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടാൽ ഇവളടുത്ത് ചോദിക്കില്ലേ. അതുകൊണ്ട് ഇവളെല്ലാം എടുത്ത് ഒളിച്ച് വെച്ചിട്ട് ഇവൾ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഇവളത് തുറക്കുകയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ല. ഒരു ചുമന്ന തുണിയും കുറച്ച് കുങ്കുമവും അല്ലാതെ വേറെ ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവളെന്താണെന്ന് വിചാരിച്ച് ഇവളുടെ മഞ്ചാടി ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ മൂക്കുത്തി ഇട്ട് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ സേഫായിട്ട് വച്ചിരിക്കുകയാണ്. അന്ന് രാത്രി ഇവൾ ഉറങ്ങി പിറ്റേ ദിവസം എണീക്കുകയാണ്. പിറ്റേ ദിവസം എണീക്കുന്ന സമയത്ത് ഇവളുടെ മട്ടും ഭാവവും ഇവളുടെ ആക്ഷനും പേഴ്സണാലിറ്റി തന്നെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. കാരണം ഇവൾ വലിയൊരു ഒരു ഉമണ്ണ പോലെയാണ് ഇവൾ ബിഹേവ് ചെയ്യുന്നത്. ഇവൾ പോയി അടുക്കളയിലൊക്കെ സഹായിക്കുന്നു. ഇവളുടെ മെച്ചൂർഡ് ടോക്ക്, അതായത് വലിയവരൊക്കെ സംസാരിക്കും പോലെ സംസാരിക്കുന്നു, ഒരുങ്ങുന്നു, അണിഞ്ഞൊരുങ്ങുന്നതും സാരി ഉടുക്കാൻ ട്രൈ ചെയ്യുന്നു. ഇങ്ങനെ എൻ്റർലി ഡിഫറെൻ്റ് ഇവളെ ക്യാരക്ടർ കാണിച്ചിട്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും പേടിയായി, എന്താണ് ഇവളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ പറയായിരുന്നു പിള്ളേരങ്ങനെയല്ലേ, പിള്ളേർ മുതിർന്നവരെയൊക്കെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ സാധാരണമായിട്ട് വിടുകയാണ് അവളെ. അങ്ങനെ ഈ 2-3 ദിവസം കഴിയും തോറും ഇവളുടെ ക്യാരക്ടർ വൾഗറായിട്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം കഴിയും തോറും ഇവളുടെ സ്വഭാവം ചേഞ്ചായി വരികയാണ്. കുറച്ച് ക്രൂര സ്വഭാവമൊക്കെ. അതുമാത്രമല്ല, ഇവൾ ആഹാരം കഴിക്കുന്നില്ല. ഇവളുടെ ഒരു കുട്ടിത്തമേ ഇല്ലാതായി പോവാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എന്തായെന്ന് പറഞ്ഞാൽ ഇവൾ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് അവിടെ വേറൊരു തറവാട് വീടുണ്ട്, അതൊരു കുറച്ച് ഉള്ളിലോട്ടാണ്, ആ വീട്ടിലോട്ട് പോകണമെന്ന് പറയാണ്. കാരണം ഇവർ അതിശയിച്ച് നിന്ന് പോയി. കാരണം അവർക്ക് പോലും അറിയില്ല അങ്ങനെ ഒരു വീടുണ്ടെന്ന്. അപ്പോൾ ഇവൾ പറയാണ്. അപ്പോൾ ഇവൾ ഭയങ്കര അഡമൻ്റായിട്ട് നിൽക്കുകയാണ്, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരൊന്നും അനുവദിക്കുന്നില്ല. ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട് ഇവളിലുണ്ടെന്ന്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആ മുറിയിൽ അവളില്ല. പിന്നെ ഇവൾ പറഞ്ഞതനുസരിച്ച് ആ തറവാട്ട് വീട്ടിൽ പോകുമ്പോൾ അവൾ അവിടെ പോയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്, അച്ഛൻ എവിടെ, എൻ്റെ മുത്തശ്ശൻ എവിടെ, എൻ്റെ അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ അവിടെ കയറി ഇരിക്കുകയാണ്. ഇവൾ എന്ത് ചെയ്താലും വരില്ല. ഇവരൊക്കെ പിടിച്ച് വലിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ വഴിയിൽ ഒരാളാണ് പറഞ്ഞത്, മേ ബി ബാധ കയറിയതായിരിക്കാം, നിങ്ങളൊന്ന് നോക്കിയിട്ട് ഈ ടെൻഷനിലൊക്കെ പോവായിരുന്നു. അങ്ങനെ ഇവളെ എന്ത് ചെയ്തു, ഇവളെ വീടിൻ്റെ ഒരു മുറിയിൽ തന്നെ ഇവളെ അടച്ചിടുകയാണ്.
അടച്ചിടുന്ന സമയത്ത് ഇവൾ അവിടെ കിടന്ന് അലമുറയിടാണ്, എനിക്ക് പോകണം എൻ്റെ വീട്ടിൽ, ഇതല്ല എൻ്റെ വീട്, ഇതല്ല എൻ്റെ വീടെന്നാണ് പറഞ്ഞിട്ട് അലമുറയിടാണ്. പക്ഷേ ഇവരാരും ഒന്നും ഇത് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് എന്തായെന്ന് പറഞ്ഞാൽ ഒരനക്കവും ഇല്ല. അങ്ങനെ എന്തായി, ഒരാൾ വന്ന് ജനൽ വഴി വന്ന് നോക്കുകയാണ്, ഇവളെന്ത് ചെയ്യുകയാണെന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവൾ ഒരു പൂച്ചയെ കൊന്ന് അതിൻ്റെ രക്തം കുടിച്ചിട്ടിരിക്കുകയാണ്. അത് കണ്ടതോ, അത് കണ്ട ആളുടെ ബോധം പോയി. അങ്ങനെ എന്തായി, അവിടെ അന്വേഷിച്ച് ഇവർ കൺഫേം ചെയ്യായിരുന്നു അവർക്ക് എന്തോ പറ്റി, ബാധ എന്തോ കയറിയാണ്. പിന്നെ അങ്ങനെ അന്വേഷിച്ച്, അപ്പോൾ പണ്ടൊന്നും പെട്ടെന്ന് ഒരാളെ ഫോൺ ചെയ്ത് അറിയിക്കാനോ അല്ലെങ്കിൽ പോയി വിളിച്ചിട്ട് വരാനുള്ള ഫെസിലിറ്റിയൊക്കെ വളരെ കുറവല്ലേ. അത് എങ്ങനെ പോയാലും ഒരു 2-3 ദിവസം എടുക്കും. പിന്നെ ഇവർക്ക് പേടിയായി, കാരണം അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടി ആയി. അവസാനം എങ്ങനെയൊക്കെ അവരവിടെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഇവളെ ആവാഹിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇവളെ ഇങ്ങനെ ഭസ്മമൊക്കെ ഇടിപ്പിച്ച് ഇത് ചെയ്ത സമയത്ത്, ഇവളുടെ ശരീരത്തിൽ നിന്ന് പോയ സമയത്ത് ഇവളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ അൺയൂഷ്വലായിട്ട് എന്നെ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൾ ആ കുങ്കുമച്ചെപ്പിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്. പിന്നെ കൂടുതൽ ഇതായിട്ടൊന്നും നിന്നില്ല, അവർ പെട്ടെന്ന് തന്നെ ആവാഹിച്ച് വീണ്ടും ആ കുങ്കുമച്ചെപ്പിലിട്ട് ഇവർ കടലിലൊഴുക്കി കളയായിരുന്നു. എന്നിട്ട് പിന്നെ അവർക്ക് അതായത് ആ പ്രേതത്തിനനുസരിച്ചുള്ള പിതൃപിണ്ഡവും ഇതൊക്കെ വയ്ക്കാനായിട്ട് ഇവരെടുത്ത് പറയാണ്. അപ്പോൾ ഇവർ അന്വേഷിച്ച് വന്ന സമയത്ത് ഇവർ പോയി ഇരുന്നില്ലേ ആ തറവാട് വീട്. ആ തറവാട് വീട്ടിലെ, അതായത് പോയ ജനറേഷനിലെ, ഈ ജനറേഷനല്ല, പോയ ജനറേഷനിലെ ഒരു പെൺകൊച്ച് ദുർമരണപ്പെട്ടതാണ്. ആ കുട്ടിയുടെ പ്രേതമായിരുന്നു ഈ കുട്ടിയുടെ ദേഹത്ത് വന്നിരുന്നത്. സോ ഈ കഥ നിങ്ങൾക്ക് എന്താണെന്ന് പറയുക, ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത കഥയിലോട്ട് പോയാലോ. ഋഷികേശൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മന്ത്രവാദി ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി തന്നെ ഈ പ്രേതങ്ങളെ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കഷ്ടത വന്ന എല്ലാം തീർത്തു കൊടുക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളത്. പക്ഷേ ആൾ ഭയങ്കര പോപ്പുലറും ആയിരുന്നു ആ ഗ്രാമത്തിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് 2 മകളാണുള്ളത്. അപ്പോൾ ഇയാൾ മന്ത്രവാദം ചെയ്യുന്നതെല്ലാം ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലത്താണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീടിനും ഇതിനും യാതൊരു ബന്ധവും ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇയാൾ ഒരു മാസത്തിൽ ഒരു 20 ദിവസവും ഇയാൾ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം ഇയാളുടെ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഇടത്ത് തന്നെയാണ്. കാരണം അയാളുടെ ഫാമിലിക്ക് ഒരു പ്രോബ്ലം വരരുത് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസം ഋഷികേശൻ്റെ മോളുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് എന്തൊക്കെ മന്ത്രവാദത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അന്ന് വൈകുന്നേരം കുറച്ച് പായസവും സദ്യയൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ഈ മോള് വന്ന് നോക്കിയപ്പോൾ ഈ മോൾക്ക് പുതിയൊരു അനുഭവമാണ് അവിടെ. കാരണം ആ കുട്ടി ഇതുപോലത്തെ വലിയ ദേവി വിഗ്രഹമോ ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതൊരു ദുർമന്ത്ര സ്ഥലം ആയതുകൊണ്ട് തന്നെ ഋഷികേശിനെ ഇവരെ കുറേ നേരം അവിടെ നിർത്തണമെന്നും ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ഋഷികേശൻ എന്ത് ചെയ്തു, നിങ്ങൾ വേഗം തന്നെ വീട്ടിൽ പോയിക്കോ എന്ന് പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവിച്ചു. കാരണം ഈ ഋഷികേശനും ഇയാളുടെ ഭാര്യയും സംസാരിക്കുന്നതിനിടയിൽ ഈ കുട്ടി അവിടെ എല്ലാം ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കുറേ പാവകൾ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഇവരെ ആരെയും കാണാതെ അതിൽ നിന്നൊരു പാവയെ എടുത്തിട്ട് വീട്ടിലോട്ട് വരികയാണ്. കുട്ടി എന്താണ് ആരെയും കാണിക്കാതെ കാരണം നമുക്കറിയാമല്ലോ, പണ്ടത്തെ കാലത്ത് ഈ ബൊമ്മകളോ ഒന്നുമില്ലല്ലോ, ടോയ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈവൻ എൻ്റെ ജനറേഷനിൽ പോലും ഞാൻ ഈ കൊച്ചങ്ങയെ കണക്ട് ചെയ്ത് കാറ് കളിക്കുക, പിന്നെ ഓലയിൽ കിരീടം ഉണ്ടാക്കുക, ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും കാണും ടോയ്സായിട്ട്? ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഈ കൊച്ചിനെ ഈ മരബൊമ്മ കണ്ടപ്പോൾ ഭയങ്കര എന്തോ എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അറിയാം വഴക്ക് പറയുമെന്ന് അറിയാം. അതുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഇതിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ആരും കാണാത്തപ്പോൾ മാത്രം അതിനെ പൊട്ടി തൊടിയിക്കുക, അതിനെ കുളിപ്പിക്കുക, കണ്ണെഴുതിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ എന്തായി, അപ്പോഴാണ് ഒരിക്കൽ ഈ കുട്ടി എന്താണ്, അതിൽ മൊത്തം എന്തൊക്കെ ഭസ്മവും കുങ്കുമവും ഇതൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടി എന്താണ് അതിനെ നന്നായിട്ട് ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകുകയാണ്. കഴുകുന്ന സമയത്താണ് ഈ കൊച്ചു നോട്ട് ചെയ്തത്, അതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു ആണി അറിഞ്ഞിരിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അയ്യോ പാവമല്ലേ, ഇതിന് ഈ പാവയ്ക്ക് നോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞ് എന്താ ചെയ്യണം, ആ ആണിയെ വലിച്ചുരിയെടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ആ കുഞ്ഞ് ബോധം കെട്ട് കിടക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്.
അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവരികയാണ്. വന്ന് വെള്ളമൊക്കെ തളിച്ച് കഴിപ്പിക്കുമ്പോൾ ആ കുട്ടി നോർമലായിട്ട് കഴിക്കുകയാണ്. പക്ഷേ പിന്നെ ആ കുട്ടീൻ്റെ ആക്ടിവിറ്റീസേ മാറി. അതായത് മുണ്ടും ഒരു തോർത്തും ഇങ്ങനെ ഇട്ട് നടക്കുക, വലിയ കാരണവരെ പോലെ സംസാരിക്കുക, പോയി എല്ലായിടത്തും ഓർഡർ ചെയ്യുക, ഈ തേങ്ങ എന്താണ് ഇടാത്തത്, അങ്ങനെയൊക്കെ. അതായത് ഈ കാരണവന്മാരുടെ എക്സ്പ്രഷൻസും അവരുടെ ആക്ടിവിറ്റീസും വെറ്റ് തിന്നുക, ഈ ചാരിക്കസേരയിൽ പോയി കിടക്കുക, എല്ലാവരെയും ഓർഡർ ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റീസ് കാണിക്കാൻ തുടങ്ങി. ഇവർക്കാണെങ്കിൽ എന്താണ് ഇവളിങ്ങനെ ചെയ്യുന്നതെന്നൊരു ഡൗട്ട്. ഇവർക്കാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അറിയിക്കാനും വഴിയില്ല, ഈ ഋഷികേശൻ മന്ത്രവാദിയോട് പറയാനും വഴിയില്ല. കാരണം പണ്ടൊക്കെ ഫോണുണ്ടോ? ഫോണൊന്നുമില്ലല്ലോ, ആരെങ്കിലും വിട്ട് തന്നെ പറയണം, അതും അയാൾ ദൂരെ എവിടെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എന്താ ഇവർ പെട്ടുപോയ അവസ്ഥയാണ്. ഇവർക്കൊന്നും മനസ്സിലും ആവുന്നില്ല. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഡേ ബൈ ഡേ ഒസ്സായിട്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടിയുടെ മൊത്തം ആക്ടിവിറ്റീസ് ഭയങ്കര റൂഡാവുക, കാരണപ്പാട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസൊക്കെ തന്നെ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ഒരു അപ്പൂപ്പനുണ്ട്, ആ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി സംസാരിക്കുക. അതായത് പണ്ടത്തെ കാലവും തൻ്റെ ഭാര്യയെ പറ്റിയും മക്കളെ പറ്റിയും ഇങ്ങനെയൊക്കെ സംസാരിക്കുക. കയ്യിൽ നിന്ന് പോയി എന്നുള്ള ഘട്ടത്തിൽ അടുത്തൊരു ഒരാളടുത്ത് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തുള്ള ഒരാളടുത്ത് പറഞ്ഞ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് ഒന്ന് പോയി അറിയിക്കണമെന്ന് പറഞ്ഞ് ഋഷികേശൻ്റെ അടുത്ത് പോയി അറിയിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഋഷികേശന് കാര്യം പിടികിട്ടി. അതായത് ഋഷികേശൻ പറയാണ്, അവൾ കളിക്കാൻ സാധ്യതയുള്ള അങ്ങനെ ഋഷികേശൻ്റെ അടുത്ത് പോയി അയാൾ പറയാണ്. ഈ വിവരം അറിഞ്ഞതും ഋഷികേശന് പിന്നെ ഒരു സമാധാനമില്ലായിരുന്നു. വേഗം തന്നെ ഇങ്ങോട്ട് വരികയാണ്. ഋഷികേശന് വരുന്നത് കണ്ടിട്ട് ഈ കുട്ടി പോയി ഒളിച്ചിരിക്കുന്ന സമയത്താണ് ഇയാൾ വന്ന് ഭാര്യയോടെല്ലാം അന്വേഷിക്കുകയാണ്, എന്താണ് പ്രശ്നം, എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശരി, അവൾ ഇരുന്ന സ്ഥലത്തോ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അപ്പോൾ ഈ മരപ്പാവയെ കൊണ്ടുവന്നിട്ട് ഭാര്യ പറയാണ്, ഇത് അവൾ മയങ്ങി കിടന്നിരുന്നതാണ്, എനിക്കപ്പോഴേ സംശയം തോന്നി ഇത് അവിടത്തതാണെന്ന്. പക്ഷേ എനിക്കിത് ഇൻഫോം ചെയ്യാനുള്ള വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരുമ്പോൾ ചോദിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, ഇതിൻ്റെ എന്തെങ്കിലും ഇതാണോ എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇത് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണെന്ന് മനസ്സിലായി. അയാൾ പറയാം, കുഴപ്പമില്ല, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയും കൊണ്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആവാഹനവും മന്ത്രവും ഇതൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ ദേഹത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കുകയാണ്. പോകുന്നേ ഇല്ല. ഇയാൾ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. കാരണം അതിൽ നിന്ന് വന്നതോടെ കുറച്ചുകൂടെ ഭയങ്കരമായ ശക്തി അയാൾ ആർജിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് എൻ്റെ ശരീരമാണ്, ഞാൻ പോവില്ല എന്ന് ഭയങ്കര അടമൻ്റാണ്. പക്ഷേ അവിടെ വർക്കായത് എന്താണെന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇതെൻ്റെ മകളാണ്, എൻ്റെ 16 വയസ്സും വെറും 16 വയസ്സുള്ള മകളാണ്. ആ മകളുടെ ജീവിതം നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങളൊരു വലിയ കാരണപ്പാടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ മകളുടെ ജീവിതത്തിന് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അങ്ങനെ മൈൻഡിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ അവസാനം ആവഹിച്ചെടുക്കുകയായിരുന്നു. മോളെ കർശനമായിട്ട് തന്നെ ഇവിടെ വന്ന് ഈ പാവകൾ എടുക്കരുതെന്നും അതിൻ്റെ ഇതെന്താണെന്നും ഭവിഷ്യത്തും എല്ലാം പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ആ കുട്ടി പറയായിരുന്നു, ആ കുട്ടി ഇരുന്ന ഒരാഴ്ച ആ കുട്ടിക്ക് ഓർമ്മയില്ല. ആ കുട്ടി പാവ കഴുകാൻ പോയ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് നടന്ന ഒരു കാര്യവും ആ കുട്ടിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു 2 സ്റ്റോറി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 4 ഗോസ്റ്റ് സ്റ്റോറീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി ഐ ആം സോ ഹാപ്പി. ബിക്കോസ് കഥ പറയുന്നതിലുപരി ഞാൻ വിഷ്വലൈസ് ചെയ്താണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളും അത് വിഷ്വലൈസ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഒന്ന് കണക്റ്റാവും. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് റാൻഡമായി എടുക്കാം, അല്ലാതെ ഒരു ന്യൂസ് റീഡർ പോലെയോ അല്ലെങ്കിൽ ന്യൂസ് റീഡിങ് പോലെയോ അല്ലാതെ ഒന്ന് കാഷ്വൽ ഒരു ടോക്ക് നിങ്ങളടുത്ത് ഞാൻ അങ്ങനെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത് പോലെ ഇരിക്കണമെന്ന് എപ്പോഴും മീൻ ചെയ്യാറുണ്ട്. സോ അതെത്രത്തോളം സക്സസ് ആണെന്നൊന്നും അറിയത്തില്ല.
എനിവേസ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ബൈ, ടേക്ക് കെയർ. I should have taken my